എസ് ജോയ് MLA കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പരിക്കില്ലാതെ ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദേശീയപാതയിൽ ഒരു അപകട മേഖലയാണ് ഈ പ്രദേശം. നിരന്തരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. ഇതിനു മുമ്പും കഴിഞ്ഞ മാസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അപകടം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പരിക്കേറ്റ യാത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ ആശുപത്രിയിൽ പോയി അവരോട് സംസാരിച്ചപ്പോൾ വാഹനം അതിവേഗത്തിലാണ് വന്നിരുന്നത്. ഓവർ സ്പീഡ് അപകടത്തിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഭയാനകമായൊരു അപകടം ഉണ്ടായ ബസ് രണ്ടായി പിളർന്നിരിക്കുകയാണ്. ബോഡിയും ചേസും രണ്ടായി വേർപെട്ട് മാറുന്ന രീതിയിൽ വലിയ ഗുരുതരമായ അപകടമാണ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഗുരുതരമായ പരിക്കേറ്റ ആളുകളെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഭീകരമായൊരു അപകടമാണ്. ഭാഗ്യവശാൽ തന്നെ നമുക്ക് വലിയ ഗുരുതരമായൊരു അപകട അവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നമുക്ക് ഒരാളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ, ഗുരുതരമായ പരിക്കേറ്റ ആളുകളെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ ഭാഗത്ത് മിംസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള, അൽമാസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട ആളുടെ ബോഡി ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ആശുപത്രി സാരമായ മുഴുവൻ ആളുകളെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. മരണപ്പെട്ട ആളെ ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തിട്ട്. അൽമാസ് ഹോസ്പിറ്റലും മിംസ് ഹോസ്പിറ്റലും അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നു. അപകട ഏരിയ ആണെന്നുള്ളത്. ഇത് നാഷണൽ ഹൈവേയിലെ ഒരു നിർമ്മാണത്തിലൊരു അശാസ്ത്രീയത ഇവിടെ ഉണ്ട്. അത് 3 വരി പെട്ടെന്ന് ഇവിടെ 2 വരിയായിട്ട് മാറുകയാണ്. 3 വരി വരുന്നത് ഇവിടെ എത്തുമ്പോൾ അത് 2 വരിയായി ചുരുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് വീതി ഇവിടെ കുറയാണ്. പിന്നെ ചെറിയൊരു ഇറക്കത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഈ മേഖലയിൽ കഴിഞ്ഞ മാസം ഒരു വിഭാഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം പറഞ്ഞിരുന്നു. പിന്നെ 9ഓളം വാഹനങ്ങൾ ഒരുമിച്ച് തുടർച്ചയായിട്ട് അപകടം ഉണ്ടായി. അപ്പോൾ ഇതൊരു സ്ഥിരം അപകട മേഖലയാണിത്. സ്ഥിര ഒരു അപകട മേഖലയാണ്. അതിനോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഓവർ സ്പീഡ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തും. അന്വേഷണമാണ് വേണ്ടത്. അന്വേഷണത്തിലൂടെ അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമാവുള്ളൂ. ഏതായാലും ഭയങ്കരമായ ഒരു അപകടമാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ബസ് 2ആയി പിളർന്നിരിക്കുകയാണ്. ബോഡിയും ചേസും. തീർച്ചയായും നാഷണൽ ഹൈവേ അധികൃതരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല അപകട വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇവിടെ വേണം. നാട്ടുകാർ പറയുന്നത് ആദ്യ 2-3 അപകടങ്ങൾ നടന്നപ്പോൾ തന്നെ പരാതിപ്പെട്ടതായിരുന്നു. പക്ഷെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല. അന്ന് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ്. തീർച്ചയായും നാഷണൽ ഹൈവേയിൽ പല മേഖലയിൽ ഇതുപോലെയുള്ള പരാതികളുണ്ട്. ജനപ്രതിനിധികളും MPയും MLAമാരൊക്കെ ഞങ്ങളൊക്കെ ഇടപെട്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തി ഓരോരോ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിരം നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഏറ്റവും ഒരു അപകടം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു വട്ടപ്പാറ. അത് നമുക്ക് ഈ നാഷണൽ ഹൈവേ വന്നപ്പോൾ അത് മാറി. പക്ഷേ ഇപ്പം ചെറിയ അപകട മേഖലകൾ രൂപപ്പെട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു അശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ 3 വരിയായിട്ട് വരുന്ന റോഡ് ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് 2 വരിയാവുകയാണ്. ഒരു മുന്നറിയിപ്പും കൃത്യമായിട്ടൊന്നുമില്ല. അപ്രോച്ച് റോഡ് കൂടി ദേശീയ. അതെ. അപ്പോൾ ഓവർ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപകടം കുറയ്ക്കാനും ഇടിയൊക്കെ ഒഴിവാക്കാനാണല്ലോ നമ്മളിപ്പോൾ 6 വരി പാതയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അതൊന്നും ഫലവത്തായിട്ടില്ല എന്നുള്ളതല്ലേ? തീർച്ചയായും ഇവിടെ ഒരു അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട്. അത് നിർമ്മാണത്തിൽ തന്നെയുള്ള ഘടനയിൽ വന്നിട്ടുള്ളൊരു അപാകതയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലുണ്ടാവും. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ അമിത വേഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് നമുക്ക് പരിക്കേറ്റ യാത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല സ്പീഡിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യ ഒരു അന്വേഷണം നടക്കണം. അന്വേഷണത്തിനെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ. PS ജോയ് MLAയും പറയുന്നത്, അതായത് അശാസ്ത്രീയമായ നിർമ്മാണം ഇവിടെ ഉണ്ട്, അത് അന്വേഷിക്കും. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ആദ്യ 3-4 അപകടങ്ങൾ ഉണ്ടായ സമയത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അന്നൊക്കെ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അപകടം ഉണ്ടായില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി നാട്ടുകാരെന്തായാലും സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യമായി ഈ ബസ് വന്ന് ഇടിക്കുന്നത് ഈ കാണുന്ന ഡിവൈഡറിലാണ്. ഈ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച തകർന്ന ഡിവൈഡറിൽ ഇടിച്ച് ഈ ബസ് തലകീഴായി മറയുന്ന സാഹചര്യമുള്ളത്. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ടത്, ഈ ഭാഗം എന്ന് പറയുന്നത് ഈ സർവീസ് റോട്ടിൽ നിന്ന്, അതായത് സർവീസ് റോട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ തന്നെ വരുന്ന സർവീസ് റോട്ടിൽ നിന്ന് വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് വാഹനങ്ങൾ വരുന്ന സമയത്ത് ദേശീയപാതയിൽ നിന്ന് ഈ ബസ് അത് കണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാവാം അപകടത്തിന് കാരണം എന്നുള്ളതൊക്കെ തന്നെയാണ് DYSP തൊട്ട് മുൻപ് നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബസ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇവിടെ വെള്ളമടിച്ചുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാധു, കൃഷിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപകട സ്ഥലത്ത് നിന്ന് ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളും വാഹനവും പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്, വഴിയൊരുക്കിയിട്ടുണ്ട്.